ഹോണ്ടൻ്റെ സെഡാൻ ടൈപ്പിൽ വരുന്ന ഓട്ടോമാറ്റിക് പെട്രോൾ വാഹനമാണ് അത്. 2017-18 മോഡൽ ഹോണ്ട ZX CVT കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വാഹനമാണ്. പിന്നെ 2017 കഴിഞ്ഞിട്ടൊന്ന് ഫേസ് ലിഫ്റ്റ് വന്ന ന്യൂ ടൈപ്പ് വരുന്ന വാഹനമാണ് കേട്ടോ. ഈ വാഹനത്തിൽ ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയൻറ്റ് വരുന്ന വാഹനമാണ്. അതുപോലെ ഇതിൻ്റെ റൈറ്റ് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെയാണ് ഈ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. റീപ്ലേസ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ല കേട്ടോ. പിന്നെ അലോയ് ഇതിൽ എക്സ്ട്രാ നമ്മൾ പാർട്ടി ചെയ്തിട്ടുണ്ട്. ഒരു 95% ഇതിന് പിന്നെ ടയറും വരുന്നുണ്ട് കേട്ടോ. ഈ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡ് ഇപ്പോൾ പറഞ്ഞാൽ റൈറ്റ് സൈഡ് ഡോറ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല കേട്ടോ. പിന്നെ ഇനി ഇൻറ്റീരിയലാണ് നമുക്ക് നോക്കാനുള്ളത്. ഇൻറ്റീരിയൽ അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള ഇൻറ്റീരിയലുണ്ട് ഹോണ്ട സിറ്റിക്ക് വരുന്നത് കേട്ടോ. അതുപോലെ ഒരു ആൻഡ്രോയിഡ് സെറ്റ് ടച്ച് ഇതിൽ പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ പിന്നെ സ്റ്റാരിങ്ങുമേലൊക്കെ ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമാക്റ്റ് വരുന്നുണ്ട്. അതുപോലെ പുഷ് ബട്ടനാണ് ഈ വാഹനം വരുന്നത്. ഓട്ടോമാറ്റിക്കലി ഇത് ടോപ്പ് ആൻഡ് വേരിയൻറ്റ് വരുന്ന വാഹനം കേട്ടോ. അതുപോലെ ഈ വാഹനത്തിന് സൺറൂഫ് ഉണ്ട്. ഒരു ലെതർ ടൈപ്പ് സീറ്റൊക്കെ ആയിരുന്നു വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സീറ്റാണ്. ഒരു പിന്നെ നല്ലൊരു പ്രീമിയം ഫീല് വരുന്ന ഒരു ഇൻറ്റീരിയറിൽ തന്നെ ഡിസൈനിങ് തന്നെയാണ് ഈ ഹോണ്ട സിറ്റിക്ക് വരുന്നത് കേട്ടോ. ബാക്ക് ഭാഗം പറയുകയാണെങ്കിൽ അങ്ങനെ വലിയൊരു റീപ്ലേസ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ല. ഒറിജിനൽ ഡിക്കിയാണ്. പിന്നെ ഈ വാഹനത്തിന് ഇതിൻ്റെ ഹൈലൈറ്റ് വരുന്നത് ഇതിൻ്റെ ഒരു പിന്നെ ഡിക്കി സ്പേസ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ഡിക്കി സ്പേസ്. എനിക്ക് തോന്നുന്നുണ്ട് ഒരു 510 ലിറ്ററോളം പിന്നെ കപ്പാസിറ്റി ഉള്ളൊരു ഡിക്കി സ്പേസ് ആണ് ഇതിന് വരുന്നത് കേട്ടോ. അതുപോലെ റിവേഴ്സ് ക്യാമറ അതിന് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് വരുന്നതും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ലെഫ്റ്റ് സൈഡും വരുന്നത് കേട്ടോ. ടയർ ഭാഗം ഞാൻ പറഞ്ഞു, 95% പുതിയ ടയർ നമ്മളിതിന് ചെയ്തിട്ടുണ്ട്. അലോയിൽ നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ്. യോക്കോഹാമൻ്റെ അത്യാവശ്യം നല്ല ടയർ തന്നെയാണ് നമ്മളിതിന് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ റീപ്ലേസ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ല. ഒറിജിനൽ ഡോറ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് ഇത് വരുന്നത് കേട്ടോ. അതുപോലെ മിറർ ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഫോൾഡിംഗ് മിററാണ്. പിന്നെ ഇതിന് വർക്ക് ചെയ്തിട്ടുള്ളത് ഇവിടെ ചെറുതായിട്ട് ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ എഞ്ചിൻ ഭാഗം നോക്കട്ടെ. എഞ്ചിൻ ഭാഗം പെട്രോൾ വാഹനം ആയതുകൊണ്ട് തന്നെ നല്ല വൃത്തി തന്നെയാണ് ഇതിൻ്റെ എഞ്ചിൻ ഭാഗം ഉണ്ടാവുക. പിന്നെ 84,000 കിലോമീറ്ററാണ് ഈ എഞ്ചിൻ ഓടിയിട്ടുള്ളത്. ഒറിജിനൽ ബോണറ്റാണ്. അത്യാവശ്യം നല്ല വൃത്തി തന്നെയാണ് ഈ വാഹനം ഉള്ളത് കേട്ടോ. അതുപോലെ പിന്നെ ഒരു വളരെ മെയിൻ്റനൻസ് കമ്മിയായ ഒരു വാഹനമാണ് ഈ ഹോണ്ട സിറ്റി. ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം. അത്യാവശ്യം നല്ല കിലോമീറ്റർ തന്നെ ഈ എഞ്ചിൻ ഓടും. അപ്പോൾ നിലവിൽ ഇത് 3ാമത്തെ ഓണർഷിപ്പിലാണ് കേട്ടോ കിടക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ വാഹനമാണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ഓട്ടോമാറ്റിക് സെഡാൻ ടൈപ്പ് പെട്രോൾ വാഹനം ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് നിലമ്പൂർ മലപ്പുറം ജില്ലയാണ് ലൊക്കേഷൻ വരുന്നത് കേട്ടോ. കോൺടാക്ട് നമ്പർ ഞാൻ താഴത്ത് കൊടുക്കുക, ആവശ്യക്കാരൻ്റെ വിളിക്കുക. അപ്പോൾ നമുക്കിതിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് 7,10,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം കൊടുക്കാൻ കഴിയും കേട്ടോ. അതുപോലെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ലോണും നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക, കോൺടാക്ട് നമ്പർ താഴത്ത് കൊടുക്കുക. അതുപോലെ നമ്മളെ ചാനലും വീഡിയോസും നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യും.